അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വപ്നങ്ങൾ സഫലീകരിച്ചു തരണേ അല്ലാഹ്. ധാരാളം കടങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസുൽ ഈമാനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണേ അല്ലാഹ്. ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ദിക്റുകൾ ചൊല്ലുക, ദുആക്ക് ആമീൻ പറയുക, ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു ഖബൂലാക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മജ്ലിസുൽ ഈമാൻ ഖബൂലാക്കണേ അല്ലാഹ്. അവസാനം വരെ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ അവസാനം വരെ പങ്കെടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹസ്ലാക്കി തരണേ അല്ലാഹ്. സ്വപ്നങ്ങൾ സഫലീകരിച്ച് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ജീവിതം നന്നാക്കണേ അല്ലാഹ്. ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഹബീബായ മുത്തുനബിയുടെ പേരിൽ 3 ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ റസൂലിനെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലോകത്തുള്ള സർവസ്വങ്ങളെക്കാളും ഹബീബിനെ പ്രണയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റൗള ശരീഫിൽ ചെന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ റൗളയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കാനെങ്കിലും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم
മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന് ഹബീബായ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള സമ്പത്ത് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണേ അല്ലാഹ്. റൗളയിൽ ചെന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് രണ്ട് കണ്ണുകളും നിറഞ്ഞുകൊണ്ട് ഹൃദയം നിറഞ്ഞ റസൂലിനോട് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ അല്ലാഹ്. അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനത്തിൽ, സമ്പത്തിൽ, ജോലികളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്ത് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വർഗത്തിൽ നിധി എന്ന് റസൂലുള്ള പഠിപ്പിച്ച അത്ഭുതങ്ങൾ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ദിക്റാണ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, ഈമാൻ നൽകട്ടെ, അസുഖങ്ങൾ ഭേദമാക്കി തരട്ടെ, സാമ്പത്തിക അഭിവൃദ്ധി നൽകട്ടെ, നമ്മുടെ വീട് പണിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു ഖൈറിലാക്കി തരട്ടെ, മക്കളെ നന്നാക്കി തരട്ടെ, ആരോഗ്യം നൽകട്ടെ, കുടുംബജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, പരസ്പര സ്നേഹവും സൗഹാർദ്ദവും അല്ലാഹു നിലനിർത്തി തരട്ടെ. പ്രിയമുള്ളവരെ, ആ ദിക്ർ നമുക്കറിയുന്ന, നമ്മൾ എല്ലാവരും ചൊല്ലാറുള്ള ദിക്റാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വപ്നങ്ങളെ സഫലീകരിച്ചു തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. അസുഖങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, വരുമാനങ്ങൾ, ജോലികൾ, ബിസിനസ്സുകൾ, ആരോഗ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, വീടുകൾ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആൻ ഓതുന്ന, നിസ്കരിക്കുന്ന മക്കളെ നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള വീടാക്കണേ അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹസദീങ്ങളുടെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്, നിറവേറ്റി തരണേ അല്ലാഹ്.
പടച്ചവനെ, ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിന്റെ സഹായം കൊണ്ടല്ലാതെ ഞങ്ങൾക്കത് മറികടക്കാൻ കഴിയില്ല. അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഏതാഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. പടച്ചവന്റെ മുമ്പിൽ താണുകയാണ് ഒരു അടിമ. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ എനിക്ക് പുറത്തു തരണം എന്ന് തെറ്റ് ചെയ്യാത്ത ഒരടിമ പോലും പറയുമ്പോൾ അവൻ യഥാർത്ഥ വിനയാന്വിതനായി അള്ളാഹുവിന്റെ ഒരു അടിമയായി മാറുകയാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നത് എന്തും നൽകും. അപ്പൊ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സർവ്വതും നൽകട്ടെ. ദുനിയാവിന്റെ പ്രതിസന്ധികളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്ന്, മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. أستغفر الله العظيم 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 സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും മാപ്പ് നൽകണേ അല്ലാ. കുറ്റക്കാരായി, തെറ്റുകാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, കൈമുട്ട് വേദനയുള്ളവർ, കാൽമുട്ട് വേദനയുള്ളവർ, വയറുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, കരൾ രോഗമുള്ളവർ, ട്യൂമർ ഉള്ളവർ, അറ്റാക്ക് ഉള്ളവർ, ക്യാൻസർ ഉള്ളവർ, ഇങ്ങനെ ഒരുപാട് പേരറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാ. ശിഫയാക്കണേ അല്ലാ. ശമനം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, എത്ര ലക്ഷങ്ങളുടെ കടങ്ങളാണ് ദിക്റുകൾ കൊണ്ട്, ഭേദമായ ദിക്റ് കൊണ്ട് വീടിയത്. ഞങ്ങളുടെ കടങ്ങളും കൊടുത്തു വിട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. മക്കളുടെ കല്യാണമുണ്ട്, ഞങ്ങളുടെ കുടുംബജീവിതമുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ഖൈറിലാക്കണേ അല്ലാ. ഖൈറിലാക്കണേ റബ്ബേ. ഖൈറിലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ മനോഹരമായിട്ടുള്ള ദിക്റാണ്. ഏതൊരു ദിക്റിന്റെ മജ്ലിസ് ആണെങ്കിലും, ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് ആണെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിനോടുള്ള ആ മഹബ്ബത്ത് ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം.
അള്ളാഹുവിനോടുള്ള ആ ഈമാൻ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ ദിക്റിന്റെ മാധുര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അപ്പോഴാണ് അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്ത്, ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. നമ്മൾ എന്തും ചോദിച്ചാൽ അള്ളാഹു നൽകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനോടുള്ള ആ ഒരു ബന്ധം സുദൃഢമാക്കാനുള്ള ദിക്റാണ് നമ്മൾ ഇനി ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. الله حاضري الله ناظري الله شاهدي الله معي 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 الله ناظري الله حاضري الله ناظري الله شاهدي الله معي 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 الله حاضري الله ناظري الله شاهدي الله معي. പടച്ചോനെ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയം മുഴുവനും നൽകണേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ആരാധനകൾ ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദരിമാർ സഹോദരന്മാരുണ്ട്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരുപാട് കാലം ധാരാളം ദിക്റുകൾ ചൊല്ലാനുള്ള മനസ്സും തൗഫീഖും നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. വിജയം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ നിന്നോടുള്ള പ്രണയം നിറയെ 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 നൽകണേ അല്ലാ. അല്ലാഹുവേ, നിസ്കരിക്കാൻ തോന്നാൻ, നോമ്പനുഷ്ഠിക്കാൻ തോന്നാൻ, ആരാധനകൾ ചെയ്യാൻ തോന്നാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളോടും ചോദിക്കാനില്ല. സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മനസമാധാനം കിട്ടാനുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. നമുക്ക് എന്തില്ലെങ്കിലും മനസമാധാനം ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. കടങ്ങളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളാണെങ്കിലും മനസ്സിനൊരു സമാധാനം നൽകാറുണ്ട്. അതൊരു ദൈവീകമായ അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന അതിമഹത്തായ ഒരു പ്രഭയാണ്, ഒരു പ്രകാശമാണ്. അള്ളാഹുദിനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുള്ള പരിശുദ്ധ ഖുർആനിലെ മനോഹരമായിട്ടുള്ള ആയത്താണ് നമ്മൾ ഇനി പാരായണം ചെയ്യുന്നത്. سلام قولا من رب رحيم 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 سلام قولا من رب رحيم
سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് മനസമാധാനം നൽകണേ അല്ലാഹ് കടക്കാര് കാരണം മനസമാധാനം നഷ്ടപ്പെട്ടതാണ് മക്കൾ കാരണം വലിയ പ്രയാസത്തിലാണ് വീട് പണി നടക്കുന്നുണ്ട് വരുമാനമില്ല ജോലിയില്ല മക്കള് പറഞ്ഞതനുസരിക്കുന്നില്ല നിസ്കരിക്കുന്നില്ല വീട്ടില് സ്നേഹമില്ല ഒരുമയില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് അല്ലാഹ് ഞങ്ങളുടെ മനസ്സിലേക്ക് സമാധാനത്തെ നൽകണേ അല്ലാഹ് സമാധാനം ലഭിക്കാനുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഒരു മേഖലയിലും ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല അല്ലാഹ് ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാഹ് അല്ലാഹുവേ നിന്നിലേക്ക് ഭരമേൽപ്പിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ് ഹബീബായ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് ഏതൊരു മജ്ലിസിന്റെയും മനോഹാരിത എന്ന് പറയുന്നത് സ്വലാത്താണ് ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ആ മജ്ലിസ് ബറക്കത്തുള്ള അള്ളാഹുവിന്റെ മലാകമാർ ആമീൻ പറയുന്ന സദസ്സാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് അനേകമായിരം ദിക്റുകൾ ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഹബീബിന്റെ ചാരത്ത് ചെന്ന് നബിയെ ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട് ഒരു തവണയെങ്കിലും അങ്ങേ എന്റെ സ്വപ്നത്തിലൊന്ന് കാണിപ്പിച്ചു തരണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ صلى الله على محمد صلى الله عليه وسلم 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 സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് അതിന്റെ സവാബുകൾ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ സ്വലാത്ത് കൊണ്ട് സദാ സമയവും നാവ് നനച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് മുറാദുകൾ ഹസ്ലാക്കി തരണേ അല്ലാഹ് സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ് സുഖങ്ങൾ ഭേദമാക്കി തരണേ അല്ലാഹ് അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം
ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായി സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മദീന കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റൗള കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്ക കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി അത്ഭുതം നിറഞ്ഞ ആയത്താണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാതെ തന്നെ അള്ളാഹു നമ്മുടെ പ്രതിസന്ധിക്ക് സമാധാനം, ഒരു നല്ല മാർഗം അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്, നിറവേറ്റി തരണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള മക്കളാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിർത്തിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുത്തല്ല അല്ലാഹ്, തമ്മാടികളാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ദീനിനും നാടിനും ഉപകരിക്കുന്ന മക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല. അല്ലാഹുവേ, ധാരാളം കടങ്ങളുണ്ട്, എത്ര വീട്ടിയിട്ടും വീട്ടാൻ കഴിയുന്നില്ല. കടമിങ്ങനെ ബാങ്കിൽ കടന്നു കുമിഞ്ഞു 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 കൂടുകയാണ് അല്ലാഹ്. നിന്റെ സഹായമില്ലാതെ, നിന്റെ പ്രാർത്ഥനയില്ലാതെ ഞങ്ങൾക്കൊരു രക്ഷയുമില്ല അല്ലാഹ്, ഞങ്ങൾക്കൊരു രക്ഷയുമില്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നാം ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ദിക്റാണ്. ഇബ്രാഹിം നബി അള്ളാഹു രക്ഷപ്പെടുത്തിയ, ലോകത്തറിയപ്പെടുന്ന ഒരു പ്രവാചകനാക്കി മാറ്റിയത് ഈ പരിശുദ്ധമായ അള്ളാഹുവിനോടുള്ള ബന്ധമാണ്. അള്ളാഹു നമുക്കും ഇബ്രാഹിം നബിയെ പോലെ അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകളാക്കി അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും അള്ളാഹു കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. حسبنا الله ونعم الوكيل. 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 حسبنا الله ونعم الوكيل.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിലാക്കണേ അല്ലാഹ്. പറഞ്ഞതനുസരിക്കുന്ന നിസ്കരിക്കുന്ന ദീനുള്ള മക്കളാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾ എടുത്തു പഠിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കാനുള്ള സമ്പത്ത് ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബുദ്ധി നൽകണേ അല്ലാഹ്. പ്രശസ്തി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. കൈകാലുകൾ വേദനയുള്ളവർ, കാലുവേദന, തലവേദന, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് ധാരാളം ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്തുകൾ ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. സമ്പത്ത് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ജോലി ഇല്ലാത്തവരുണ്ട്, റാഹത്തുള്ള ജോലി ഇല്ലാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിച്ചു തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്. ദിക്റുകളുടെ നേതാവാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 അവസാനം കണ്ണടച്ച് ഖബറിലും വിജയിച്ച് നാളെ പാരത്രീക ലോകത്തും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ നേരെ സ്വർഗത്തിലേക്ക് ആ കലിമത്തു തൗഹീദ് ഉറക്കെ ഉറക്കെ ചൊല്ലിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. لا إله إلا الله 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 لا إله إلا الله. സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. മറ്റൊരാളെയും പ്രയാസപ്പെടുത്താതെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, മക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളെ സഹായ
വായിച്ചിരുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ റബ്ബേ. അവരുടെ ഖബറിലേക്ക് സ്വർഗ്ഗത്തെ എത്തിക്കണേ അല്ലാഹ്. ഈ കലിമത്ത് തൗഹീദിന്റെ പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ടുള്ള ദിക്റാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നന്ദിയുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ, കുടുംബം, വീടുകൾ, വാഹനങ്ങൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ വരുമാനങ്ങൾ, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ മക്കൾ നീ നൽകിയ റഹ്മത്താണ്, നീ നൽകിയ കാരുണ്യമാണ്, നീ നൽകിയ സമ്മാനമാണ് അല്ലാഹ്. അതിനൊക്കെ നന്ദിയുള്ള അടിമകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. നന്ദിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്നതാണ്. നമുക്ക് എന്തൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നമുക്ക് എന്തെങ്കിലും തരണമെന്ന് അള്ളാഹുവിന് നിർബന്ധമില്ല, നമ്മുടെ അവകാശമല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയതാണ്. നമുക്ക് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നമുക്ക് ഓൾറെഡി നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ് യാ റഹ്മാനു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല നിമിഷങ്ങളിലും ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം വേണമല്ലോ. നിന്റെ കാരുണ്യമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നൽകണേ അല്ലാഹ്. പരിശുദ്ധമായി മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ കരുണ തുറന്ന് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും തുറന്നു തരുന്നവനാണ്, എല്ലാ വഴികളും തുറന്നു തരുന്നവനാണെന്ന അർത്ഥം വരുന്ന അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മനോഹരമായ നാമമാണ് യാ ഫത്താഹു യാ അല്ലാഹ്, 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 يا فتاح يا الله يا فتاح يا الله يا فتاح يا الله. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, മുറാദുകൾ ഹസ്ലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദരിമാർ, സഹോദരന്മാർ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ നാളെ പാരത്രിക ലോകത്ത് വലിയ മുതൽക്കൂട്ടായി ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാർഗങ്ങളൊക്കെ, നമ്മുടെ വഴികളൊക്കെ എളുപ്പമാക്കി തരുന്നവനാണ് എന്നർത്ഥം വരുന്ന ഇസ്മാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. യാ ലതീഫു യാ അല്ലാഹ്, 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 യാ ലതീഫു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വഴികളൊക്കെ തുറന്നു തരണേ അല്ലാഹ്. വഴികളിലുള്ള പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റിത്തരണേ അല്ലാഹ്. ലതീഫായ അല്ലാഹ്, ഞങ്ങളുടെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നരകമോചനത്തിലുള്ള ദിക്റാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. اللهم اجرني من النار، 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 اللهم اجرني من النار. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു നമുക്കെല്ലാം നൽകുന്നവനാണ്, വാഗ്ദാനം നൽകിയതും അതിന്റെ അപ്പുറവും നമുക്ക് ആവശ്യമുള്ളതിലധികം നൽകുന്നവനാണ് എന്നർത്ഥം വരുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മനോഹരമായ നാമമാണ് യാ റസ്സാഖു യാ അല്ലാഹ്, 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 യാ റസ്സാഖു يا الله يا رزاق يا الله يا رزاق يا الله. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ റഹ്മാനേ, സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, രോഗങ്ങളിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാഹ്, സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, കടങ്ങളെ വീട്ടാനുള്ള ഭാഗ്യങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വീട് പണി നടക്കുന്നുണ്ട്, പെട്ടെന്ന് പൂർത്തിയാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ നീറി നിൽക്കുന്നുണ്ട്, പരിഹാരം നൽകണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ലഹരിക്കടിമപ്പെടുത്തല്ല അല്ലാഹ്, നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്, ജീവിതത്തിൽ അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മക്കളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മളിനി ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമീൻ പറയുക. നമ്മൾ ചൊല്ലിയ ദിക്റുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ നമ്മുടെ മജ്ലിസുൽ ഈമാൻ അല്ലാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ ദിക്റുകളും നമ്മുടെ സ്വലാത്തുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കടങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എല്ലാ സാമ്പത്തിക ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. രണ്ട് ലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങളുടെ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പിലാക്കണേ അല്ലാഹ്, തൗബ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്, ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ഈമാൻ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഞങ്ങളുടെ വരുമാനങ്ങൾ, ഞങ്ങളുടെ ജോലികൾ ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്, വിജയികളുടേതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, ഈമാൻ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പല ആളുകളുടെയും മാതാപിതാക്കൾ ഖബറിന്റെ ഉള്ളിലാണ്, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, വല്യപ്പ വല്യമ്മമാർ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, ഞങ്ങളുടെ പ്രിയതന്മന്മാർ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മരുമക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അവരുടെ ഖബറിടങ്ങളിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ തവാബുകൾ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടം വിജയത്തിലാക്കണേ അല്ലാഹ്, സ്വർഗമുള്ള ഖബറാക്കണേ അല്ലാഹ്, വിജയികളുടെ ഖബറാക്കണേ അല്ലാഹ്, സമാധാനത്തിന്റെ ഖബറാക്കണേ റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ മുറാദുകൾ ഹസ്ലാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനേ, അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കാര്യങ്ങളൊക്കെ നിറവേറി എന്ന സന്തോഷ വാർത്ത മെസ്സേജിലൂടെ പറയുന്നവരുണ്ട് റഹ്മാനേ, സന്തോഷമുള്ള വാർത്തകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ കടങ്ങൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട് പുറത്തു പോകാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലാണ് റബ്ബേ. അല്ലാഹുവേ ഉള്ള കടങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു വീട്ടി സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണേ അല്ലാ. റഹ്മാനായ നാഥാ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള റഹ്മാനേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ വലിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ശിഫാ നൽകണേ അല്ലാ. കൈകാലുകൾ വേദനയുള്ളവർ, ഉരവേദനയുള്ളവർ, തലവേദന, അറ്റാക്ക്, ട്യൂമർ, അതുപോലെ കിഡ്നി രോഗം പോലെയുള്ള, കരൾ രോഗം പോലെയുള്ള വലിയ രോഗങ്ങൾ കൊണ്ട്, പേരറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങൾ കൊണ്ട്, വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാ. എല്ലാവർക്കും ശിഫാ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും നൽകണേ അല്ലാ. ബർക്കത്തുള്ള വീടാക്കണേ അല്ലാ. വിജയികളുടെ സ്നേഹമുള്ള വീടാക്കണേ അല്ലാ. ശൈത്താന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ അവർ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് എത്തിക്കണേ അല്ലാ. അവർ പഠിക്കാനും അവരുടെ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ നല്ല നിലയിൽ പഠിക്കാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ അവർ ആഗ്രഹിക്കുന്ന ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് വിദേശത്ത് കഷ്ടപ്പെടുന്നവർ, നല്ല ജോലി നൽകണേ അല്ലാ. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാ. പടച്ചവനെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവരിൽ, ദിക്റുകൾ ചൊല്ലുന്നവരിൽ, സ്വലാത്തുകൾ ചൊല്ലുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ശൈത്താന്റെ ശർറിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ത്വഅത്തിലായി മരണം വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഹൗലുൽ കൗസർ നൽകണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബാധ്യതകളൊക്കെ വിട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായി ഇണകളെ നൽകണേ അല്ലാ. കല്യാണ പ്രായമെത്തിയവർക്ക് നല്ല സ്നേഹമുള്ള ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഇഷ്ടപ്പെടുന്ന സ്നേഹമുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. നല്ല റാഹത്തുള്ള ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.